സമയം 11 മണി കഴിയുമ്പോൾ നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ലവ് ബൈറ്റ്സിൽ നിങ്ങളുടെ കൂടെ ഉണ്ട് റീനു ആൻഡ് മുസ്തഫ. മുസ്തഫ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ലാസ്റ്റ് ബെഞ്ച് എന്ന മൂവിയിലെ ഒരു നായകനാണ് മുസ്തഫ. പിന്നെ നമ്മൾ നേരത്തെ ആളെ കണ്ടിട്ടുണ്ട് കേട്ടോ, പാലേരി മാണിക്യത്തിലെ ചോര തിളയ്ക്കുന്ന ആ ചെറുപ്പക്കാരനല്ലേ, അതേ ആളാ. മുസ്തഫ ഇപ്പോൾ മാരീഡ് ആണ്. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണല്ലേ? ഇപ്പോഴത്തെ പല ചെറുപ്പക്കാരും ഇല്ലേ, അവർക്ക് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ അത്ര താല്പര്യം കുറവാ. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ അറേഞ്ച്ഡ് മാരേജസ്? നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ഞാൻ വിയോജിപ്പാണ്. കാരണം എന്റെ കല്യാണം ഫിക്സ് ചെയ്ത് എനിക്കൊരു 2 മാസം ഗ്യാപ്പിട്ടായിരുന്നു. ഈ സമയത്ത് നമ്മൾ മൊബൈൽ ഫോണുകൾ അവൈലബിൾ ആയി തുടങ്ങി. അവിടെയും ഫോണ് എവിടെയും ഫോണ്, ദിവസം വിളിച്ചു. ആ ഒരു പരിചയമില്ലായ്മ അവിടെ ക്ലിയറായി. കല്യാണം ആയപ്പോഴേക്കും ഒരു 2 മാസത്തെ ഗ്യാപ്പിലേക്ക്. അതായത് നേരത്തെ പ്രണയിക്കണമെന്നില്ല, ആളെ മനസ്സിലാക്കിയാൽ മതിയെന്ന്. എന്തിനാ പറയുന്നത്? പല ലവ് മാരേജസിലും ആളെ എത്രത്തോളം അറിഞ്ഞാലും കുഴപ്പങ്ങൾ ഉണ്ടാവാറില്ലേ? ലവ് ബൈറ്റ്സിൽ മനോഹരമായ ഗാനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം 10 കണക്കിന് ലവ്, 10 കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിന്റെ ഈ റൊമാൻറ്റിക് സ്റ്റുഡിയോയിൽ നിങ്ങളുടെ കൂടെയുണ്ട് റീനു, എന്റെ കൂടെയുണ്ട് മുസ്തഫ. മുസ്തഫ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ബെഞ്ച് എന്ന മൂവിയിലൂടെ നമുക്ക് കൂടുതൽ ഫെമിലിയർ ആകാൻ പോകുന്ന ഒരാള്. നേരത്തെ പറഞ്ഞു 2 മാസം ഉണ്ടായിരുന്നു കല്യാണത്തിനും നിശ്ചയത്തിനും ഇടയിലെന്ന്. ഒരാളെ മനസ്സിലാക്കാൻ അത്രയും നാൾ മതിയോ? മാക്സിമം തിരിച്ചറിയാൻ ശ്രമിച്ചു. കാരണം 2 മാസം കഴിഞ്ഞ കല്യാണമാണല്ലോ എന്നുള്ളതുകൊണ്ട്. പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അറേഞ്ച്ഡ് മാരേജസിൽ റൊമാൻസ് കുറവാന്ന്. ശരിയാ? സത്യത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ ഭാര്യയെ പ്രണയിക്കാൻ തുടങ്ങി. പണ്ട് ഏതോ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ പെണ്ണിനെ സ്നേഹിക്കാമെന്ന്. അത് ഞാൻ പ്രാക്ടിക്കലായിട്ട് എന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്റെ ഭാര്യന്റെ അടുത്താണെങ്കിലും എനിക്ക് എന്താ പറയാ, ഞാൻ എന്റെ സ്നേഹം കൂടുതലായിട്ടൊന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല. എനിക്ക് അതെന്താണെന്ന് അറിയില്ല. എന്റെ മനസ്സിലാണ് എന്റെ പ്രണയം. സ്നേഹം, ലവ് എന്നൊക്കെ പറയുന്നത് എന്റെ ഉമ്മേന്റെ അടുത്തൊരു രീതിയിൽ, വൈഫിന്റെ അടുത്തൊരു രീതിയിൽ, സിസ്റ്റേഴ്സിന്റെ അടുത്തൊരു രീതിയിൽ. ഇപ്പൊ എനിക്കൊരു മോളായി. മോളുടെ പേരെന്താ? റിൻഷ. റിൻഷ. ഓക്കെ, ക്ലബ് എഫ്എമ്മിലെ ഈ ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് റിൻഷയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ആൻഡ് കീപ് ലിസണിംഗ് ടു ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം 10 കണക്കിന് ലവ്, 10 കണക്കിന് റൊമാൻസ് വിത്ത് റീനു ആൻഡ് മുസ്തഫ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നിങ്ങളുടെ കൂടെ റീനു മുസ്തഫയാണ്. മുസ്തഫയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കുറെ പേര് പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. എനിക്കുണ്ട് ചില സംശയങ്ങൾ. എല്ലാവരും പറഞ്ഞു കേൾക്കുന്നു ലവ് മാരേജസിൽ ഭയങ്കര വഴക്കാ, എന്നാൽ അറേഞ്ച്ഡ് മാരേജസിൽ അത്രയും വഴക്കുണ്ടാക്കാറില്ല എന്ന്. ശരിയാണോ? തീർച്ചയായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് ലവ് മാരേജ് ചെയ്തിട്ട് 1 മാസം പോലും തികയാതെ നിന്ന ഒരുപാട് പേരുണ്ട്. കൂട്ടുകാരുടെ ഇടയിലുണ്ട്. പിന്നെ നമ്മൾ പല ന്യൂസുകളും നമുക്ക് സമൂഹത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നിടത്തുനിന്ന് അറിയാൻ പറ്റും. ചിലതൊക്കെ സക്സസ് ആണ്, പക്ഷെ മിക്കവാറും ഞാൻ കേട്ടിടത്തോളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം പരസ്പരം മത്സരമായിരിക്കും ഇവർ തമ്മിൽ. പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടിട്ടുണ്ട് കേട്ടോ, അറേഞ്ച്ഡ് മാരേജസ് ആവുമ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് വളരെ കൂടുതലായിരിക്കും. അപ്പൊ എന്തുണ്ടെങ്കിലും അവരുടെ തലയിൽ വെക്കാന്ന്. അതോ? അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ഒരു വലിയ ക്രൗഡിന്റെ ഒരു സപ്പോർട്ട് ഇങ്ങനെ ഒരു പുതിയ ലൈഫ് ആരംഭിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ? പുതിയ ലൈഫ് ആരംഭിക്കുമ്പോൾ തന്നെ അല്ല, പ്രണയത്തിലും ശരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്നതാ ഒരു സന്തോഷം. യു ഓൾ keep listening to Love Bites. ഇവിടെ മാത്രം 10 കണക്കിന് ലവ്, 10 കണക്കിന് റൊമാൻസ്. സമയം 12 മണിയോട് അടുത്തുകൊണ്ടിരിക്കുക. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുവിന്റെ അടുത്ത് പ്രണയ വിശേഷങ്ങൾ പങ്കുവച്ചത് മുസ്തഫയ. ലാസ്റ്റ് ബെഞ്ച് എന്ന മൂവിയിലെ മുസ്തഫ. ഇപ്പോ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്റർകാസ്റ്റ് മാരേജസ്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ആരോഗ്യപരമായ കാര്യമാണെങ്കിൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അനാരോഗ്യമാവുന്നത് 2 കൂട്ടർക്കും പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ. ആണിനും പെണ്ണിനും ഇഷ്ടമാണെങ്കിൽ അവർ കഴിച്ചോട്ടെ എന്ന് തീരുമാനിക്കുന്ന പേരൻസ് ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പം ഇവരല്ല പ്രശ്നക്കാര്. അല്ലെങ്കിലും ശരിയാ, പല പ്രണയങ്ങളും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നാവാൻ താല്പര്യം കാണും. സമൂഹവും സാഹചര്യങ്ങളും ഒരിക്കലും നമ്മളെ അതിനനുവദിക്കില്ല. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ഇന്ന് റീനുവിന് പോവാൻ സമയമായി. മുസ്തഫയും പോവാ. Till we meet again, love, keep loving and keep listening to Club FM. ഇവിടെ മാത്രം 10 കണക്കിന് ലവ്, 10 കണക്കിന് റൊമാൻസ്. Good night. Good night. Take care.